നമ്മളിന്നത്തെ ഈശോയുടെ വചനത്തെ പറ്റി ധ്യാനിക്കുകയാണ്. ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് വിഷമമുണ്ടാവുകയാണ്. കാരണം അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. ഈശോ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്. അതായത് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറയുന്നത് പ്രകാരമാണ്. വിളവധികം, വേലക്കാരെ ചുരുക്കം. അതിനാൽ തന്നെ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ നിങ്ങൾ വിളവന്റെ നാഥനോട് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ സഹായം അർഹിക്കുന്ന ആളുകൾ ഒട്ടനവധിയാണ്. പക്ഷെ അവരെ സഹായിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഒട്ടേറെ സഹായിക്കുന്ന ആളുകൾ സമൂഹത്തിൽ നിന്നുണ്ടാകാൻ, ഈ ആളുകളെ സഹായം അർഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് അനുകമ്പ തോന്നി അവരെ സഹായിക്കാൻ മനസ്സുള്ള ഒട്ടനവധി ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറയും. ഈശോ തന്നാലാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈശോ പലസ്തീന ആ ദേശത്തുടനീളം എന്നാണ് പറയുന്നത്, അവൻ ചുറ്റി നടന്ന് തന്നാലാവുന്നതൊക്കെ ചെയ്തു. വചനം പ്രഘോഷിച്ചു, പിശാചുകളെ പുറത്താക്കി. ഈശോ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് 5,000-5,000 പേർക്കായിട്ട് വിധിച്ചത് ഈ അനുകമ്പ തോന്നിയോണ്ടാണ്. ജനങ്ങളെ കണ്ടപ്പോൾ അവിടത്തേക്ക് അനുകമ്പ തോന്നി. 5,000-5,000 ആക്കി. മരിച്ചവരെ ഉയർപ്പിച്ചു. ഒട്ടനവധി രോഗങ്ങളും വ്യാധികളും ഒക്കെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് ദൈവത്തിന് പറയുന്നത്. കാരണം ഈ അനുകമ്പ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഈശോയ്ക്ക് പിന്നെ അടങ്ങിയിരിക്കാനായിട്ട് കഴിയുന്നില്ല. അവിടെ നിന്ന് പ്രവർത്തനോന്മുഖനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈശോ ഈ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, അവൻ അവരെ തെരഞ്ഞെടുത്തു. എതിനു വേണ്ടിയിട്ടാണ്? 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി ലൂക്കായുടെ സുവിശേഷത്തിനോട് കൃത്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുന്നതിന്, പിശാചുകളെ പുറത്താക്കുന്നതിന്, രോഗങ്ങൾ വ്യാധികൾ സുഖപ്പെടുത്തുന്നതിന് അവിടുന്ന് അവരെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ തന്റെ ദൗത്യം താൻ കുറച്ച് കഴിയുമ്പോൾ പിടിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും വിശ്വസിക്കറിയാം. പക്ഷെ തന്റെ ദൗത്യം ഇനി തുടരേണ്ടത് ആരാണ്? ഈ ശിഷ്യരാണ്. അതുകൊണ്ടാണ് അവിടുന്ന് അവരെ തെരഞ്ഞെടുക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവരടുത്തേക്ക് വിളിച്ചു എന്നാണ് പറയുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവരെ. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങളുടെ പരിപാടി ഇതാണ്, മുന്നോട്ട് പോകും. അതിനിടയ്ക്ക് ഈശോ സാമ്പിൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. 72 ശിഷ്യന്മാരെ അയക്കുന്നു. അവർക്ക് അധികാരം കൊടുത്തിട്ടായി 72 പേരും ഈ ശുശ്രൂഷ ചെയ്ത് പിശാചുകളൊക്കെ ആളുകളെ വിട്ടുപോകുന്നത് കണ്ട് വളരെ സംതൃപ്തരായിട്ട് ഈശോയുടെ അടുക്കലെന്ന് പറയുന്നുണ്ട്. ഈശോയെ, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിശാചുകൾ ഞങ്ങൾ വിട്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് എന്താണ്, നിങ്ങൾ സന്തോഷിക്കുന്നു വേണ്ട. പിശാചുകൾ വിട്ടുപോകുന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ പേരുകൾ സ്വർഗ്ഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കും എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും എന്നാണ് ഈശോ പറയുന്നത്. അതായത് നിങ്ങളുടെ പേരുകൾ സ്വർഗ്ഗത്തിൽ എഴുതും. കാരണം നിങ്ങൾ എൻ്റെ നാമത്തിൽ ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഈശോയുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും എല്ലാം ഈ മനുഷ്യരെ ലക്ഷ്യവെച്ചായിരുന്നു. പ്രത്യേകിച്ച് വിഷമിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, നിരാശപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അവിടുത്തെ ശുശ്രൂഷകളൊക്കെ. അവിടെ പ്രാർത്ഥിക്കുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് വേലക്കാരെ അയക്കാൻ. പ്രിയമുള്ളവരെ, വേലക്കാര് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, സഭ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സഭ എന്ന് പറയുന്നത് എത്രയോ മനുഷ്യർക്ക് ഇതിനകം തന്നെ ആശ്വാസം കൊടുക്കുന്നുണ്ട്. ഇന്നും എത്രയോ മനുഷ്യർക്ക് ആശ്വാസം നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. സഭയുടെ ശുശ്രൂഷ സ്ഥാപനങ്ങളിലൂടെ ആയിക്കോട്ടെ, വ്യക്തികളിലൂടെ ആയിക്കോട്ടെ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനകത്ത് ചിലപ്പോഴൊക്കെ പങ്കാളികളാകുന്നുണ്ട്. ഒട്ടനവധി മനുഷ്യർ ഈ സുവിശേഷത്തിന് ചൂട് കിട്ടുന്ന വ്യക്തികൾ, അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയുന്നില്ല. അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
നമ്മൾ പലപ്പോഴും അത് അറിയാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പത്രത്തിലും ടി വിയിലോ ഒന്നും കാണൂല. കാരണം അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊന്നും നല്ലത് ആളുകളുടെ എങ്ങനെ എന്താ പറയുക, അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന വാർത്തകളൊന്നും അല്ലല്ലോ. പ്രിയമുള്ളവർ, കഴിഞ്ഞ 2 വർഷം മുൻപ് എൻ്റെ അടുത്ത് ഒരു 2-3 പേര് വന്നു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, പലതരത്തിലും. അവർ 2-3 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, അച്ഛൻ്റെ പരിധിയിൽ ആരെങ്കിലുമൊക്കെ പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ, അച്ഛനെ അവരെ സഹായിക്കേണ്ട ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കണം, ഞങ്ങൾ അവരുടെ സഹായങ്ങൾ ചെയ്യുക. ചെറുപ്പക്കാർ എങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഉത്തേജനം കിട്ടിയത് അവരൊന്നും പറയുന്നു. പിന്നീട് ഞാൻ ഒത്തിരി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പലപ്പോഴൊക്കെ ചില ആളുകൾ പല സ്ഥലത്തും നമുക്ക് വരുന്നുണ്ട്, നമുക്കറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ അവർ ഇങ്ങനെ പലപ്പോഴും അവരുടെ വലിയ വലിയ എന്താ പറയുക, അവരുടെ ജീവിതത്തിൻ്റെ വിഷമതകളൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്പർ എടുത്ത് അവർക്ക് ഇവരെ വിളിക്കാൻ പറയും. അങ്ങനെ അവർ വിളിച്ചിട്ട് പലരെയും സഹായിച്ചായിട്ട് പിന്നീട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അത് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോയുടെ പ്രാർത്ഥന എന്നും ദൈവപിതാവ് സാക്ഷാത്കരിച്ച് കൊടുക്കുന്നു. സത്യം പറഞ്ഞ ലോകത്തിന് ഒരു ബ്ലെസ്സിങ് ആണ് ഈശോയുടെ സാന്നിധ്യവും ഈശോയാൽ പ്രചോദിതരായിട്ടുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളും. അപ്പോൾ അത് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സന്തോഷിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ അതോടൊപ്പം തന്നെ അനുകരിക്കുക എന്നുള്ള പണി കൂടി നമ്മുടെ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈശോയ്ക്കുണ്ടായ അനുകമ്പ നമുക്കും ഉണ്ടാകണം. ഈ അനുകമ്പ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്പമെങ്കിലും ഈ അനുകമ്പ പ്രവൃത്തി പദത്തിലെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ്. ഈ ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമുണ്ട്, സിമ്പതി എമ്പതി എന്നാണ്. എന്താണ് ഈ സിമ്പതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക, ഒരു അലിവ് എന്നാണ്. പക്ഷെ പ്രവൃത്തിയൊന്നുമില്ല, അലിവ്, അയ്യോ പാവം. എമ്പതി എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ടൈമുണ്ട്. അതെന്താണ്? അലിവ് തോന്നുക മാത്രമല്ല, നമ്മളെ കഴിയാവുന്ന വിധത്തിൽ അവരെ സഹായിക്കും. ഈശോ ഈ എമ്പതിയുടെ ആളാണ് എന്നാണ് മനസ്സിലായത്. നമ്മൾ അങ്ങനെ ആകണം. ഇന്നലെ നമ്മൾ വിൻസെന്റ് പോളിന്റെ തിരുനാൾ ആഘോഷിച്ച ദിവസമാണ്. വിൻസെന്റ് പോൾ ഇപ്രകാരം ഈ പറയുന്ന അനുകമ്പ തോന്നിയ ആളാണ്. അനുകമ്പ തോന്നിയിട്ട് അദ്ദേഹം അതങ്ങോട്ട് കളഞ്ഞില്ല, അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ജീവിച്ചത് ഫ്രാൻസിലാണ്, പാരീസിൽ. ഇപ്പോൾ വലിയ നഗരമാണല്ലോ ഈ പാരീസിലുള്ള വലിയ ആഡംബര നഗരമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ അടിമകളെ വിൽക്കുന്ന ചന്തയായിട്ടായിരുന്നു പാരീസിൽ. അടിമകളെ പല സ്ഥലത്തും യുദ്ധ തടവുകാരെ കൊണ്ടുവന്നിട്ട് അവരെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ അവരെ അടിമപ്പണിക്ക് നിയോഗിക്കുക. ഒട്ടേറെ സ്ത്രീ പുരുഷന്മാരിങ്ങനെ അടിമകളായിട്ട് ജീവിതം എന്താ പറയുക നശിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നടക്കുമ്പോൾ ഇത് കണ്ട് അലിവ് തോന്നുന്ന ഈ വിൻസെന്റ് പോൾ സമ്പന്നരായ ആളുകളുടെ അടുത്ത് ചെന്ന് കൈനീട്ടി കാശ് വാങ്ങി ഈ അടിമകളെ തന്നാലാവുന്ന വിധത്തിലൊക്കെ മോചിപ്പിക്കുന്നു. കാരണം മോചനദ്രവ്യം കൊടുത്താൽ ഈ അടിമകളെ മോചിപ്പിക്കാം. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത് വിൻസെന്റ് പോൾ. അങ്ങനെ അദ്ദേഹം അത് ഒരു ചെറിയൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്തു തുടങ്ങിയപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൂടുതൽ കൃപകൾ കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്താനായിട്ടിടയായി. അങ്ങനെ അദ്ദേഹം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയാണ്. മദർ തെരേസ ഒത്തിരി ആൾക്കാർ കൽക്കട്ടയിൽ ജീവിച്ച ആൾക്കാരാണ്. അവർക്ക് ഈ പറയുന്ന ആളുകളുടെ ദൈനംദിന വിഷമങ്ങളൊക്കെ അവർ കണ്ടു. പക്ഷെ അവർ കണ്ടു കേട്ടു, അവരവരുടേതായ ലോകത്താണ്. പക്ഷെ ഈ കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. ഇവരുടെ ഈ വിഷമങ്ങളും ഈ അസ്വസ്ഥതകളും, പ്രത്യേകിച്ച് തെരുവിലൊക്കെ കിടന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളെ കുഷ്ഠരോഗി, അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ ഒരു മനസ്സിലുണ്ടായ വിഷമം, അത് പിന്നീട് സിനിമ കണ്ടു ഭക്ഷണം കഴിച്ചു അവിടെ തീർത്തില്ല. അതാണ് മനസ്സിലായി. ആ വിഷമം അവിടെ മെത്തി പോലെ കിടന്ന് കത്തുകയാണ്. എന്ത് ചെയ്യണം എനിക്ക് ഈ മക്കൾക്ക് വേണ്ടി? അങ്ങനെയാണ് അവർ ചെറിയൊരു പ്രവർത്തനം തുടങ്ങുന്നത്. അതാണ് വലിയൊരു വടപ്രശ്നമായിട്ട് പിന്നീട് മാറുന്നത്. ഞാൻ പറഞ്ഞു വരാൻ കാരണം, നമ്മുടെ ചുറ്റുപാടൊക്കെ ഇത്ര കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ പ്രിയമുള്ളവരെ, വെറുതെ നിങ്ങൾ പോരാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ, നമുക്കൊരു പക്ഷേ മദർ തെരേസ ആവാൻ പറ്റിയെന്ന് വരില്ല, വിൻസെന്റ് പോൾ ആവാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി പോലും, ഏത് അനുകമ്പയാൽ പ്രേരിതരായി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും ദൈവം
അതിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈശോ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുക്കും, എനിക്ക് തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ, എന്നാണ് പറഞ്ഞത്, കൃത്യമാണത്. എൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ ഞാൻ നിങ്ങൾ പ്രതിഫലം തരും എന്ന് പറഞ്ഞ ഈശോയുടെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അനുകമ്പയാൽ പ്രേരിതരായി ചെയ്യാൻ കഴിയാവുന്ന നന്മകൾ ചെയ്യാൻ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നു. ഇതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു മനസ്സ് ഈ അവശതയും ഈ ദരിദ്രതയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന മനസ്സാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവാനുഗ്രഹമുണ്ടാകും. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ദൈവത്തെ വെറുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചിട്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ. വെറുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മോശ ജനങ്ങൾ കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവത്തിന് വെറുക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്ത് അവർ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മോശ 40 ദിവസം പച്ചവെള്ളം കഴിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ചില്ലാന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി. വെള്ളം കുടിക്കാതെയാണ് ഈ മോശ. അത് ദൈവത്തിന് വിരുദ്ധമായി. പക്ഷെ ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളുണ്ട്. ബുദ്ധിമാൻ എന്ത് ചെയ്യും? ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തന്നെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വന്നു ചേരും. ദൈവത്തിന് മനസ്സിലാക്കുന്ന 1-2 ഭാഗങ്ങൾ. നിയമാവർത്തന പുസ്തകം 24-19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല കരവേലയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടത്. വയലിൽ നിന്റെ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ വയലിൽ മറന്നാൽ അത് എടുക്കാനായിട്ട് തിരികെ പോകരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ നിന്റെ ഒലിവ് തല്ലിപ്പറിക്കുമ്പോൾ പിന്നാലെ കൊമ്പുകൾ തപ്പിപ്പറിക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ നിന്റെ മുന്തിരി പറിക്കുമ്പോൾ പിന്നാലെ കാലം പെറുക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. ഈജിപ്ത് ദേശത്ത് നീ അടിമയായിരുന്നു എന്ന് നോക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് കരുതി. അപ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ പാവപ്പെട്ടത്. കാരണം അവിടെ നിനക്ക് നല്ല സമൃദ്ധിയെ വിളവ് കിട്ടും. അപ്പം നീ അത് എടുക്കുമ്പോൾ കുറച്ചൊക്കെ അവിടെ അവശേഷിപ്പിച്ചിട്ട് പോരെ. കാരണം അതിന് പിന്നാലെ വരുന്ന ആൾക്കാരുണ്ട്, അവരിതൊക്കെ അന്വേഷിക്കും. അപ്പം അവരെ നിരാശപ്പെടുത്തരുത്, അവിടെ ഇട്ടേക്കണം എന്ന് പറയുന്ന ദൈവത്തിന്റെ മനസ്സ് നോക്കി പ്രിയമുള്ളവരെ, ഈ മനസ്സ് സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് സ്വന്തമാക്കി നമ്മൾ ആരും അറിയണ്ട. നമ്മളങ്ങനെ പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. ദൈവം ഒത്തിരി പെട്ടത് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. അവസാനം 41-ാമത്തെ അധ്യായം സങ്കീർത്തനം അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 41-ാമത്തെ അധ്യായം ഇതില് ദൈവം പറയുന്ന ഒരു കാര്യം അതാണ് വിശുദ്ധ ബലിക്ക് മുൻപ് ഞാൻ പറഞ്ഞത്. ദരിദ്രരോട് പരിഗണനയുള്ളവൻ ഭാഗ്യവാൻ. ഉണ്ടോ? കഷ്ടതയുടെ നാളിൽ അവനെ കർത്താവ് രക്ഷിക്കുകയും കർത്താവ് അവനെ കാക്കുകയും ദീർഘായുസുള്ളവനാക്കുകയും ഭൂമിയിൽ അനുഗ്രഹീതരാക്കുകയും ചെയ്യും. അവിടുന്ന് അവനെ ശത്രുക്കളെ ആർത്തിക്ക് വിട്ടുകൊടുക്കില്ല. കർത്താവ് അവനെ രോഗശൈലിയിൽ ശക്തി പകരും. രോഗാവസ്ഥയിലുള്ള അവന്റെ കിടപ്പെല്ലാം അവിടുന്ന് മാറ്റിക്കൊടുക്കും. ഇത് മനോഹരം. വീട്ടിൽ പോയിരുന്ന ധ്യാനികളോട് ഹോംവർക്കായിട്ട് വലിയ അർത്ഥമുള്ള കാര്യങ്ങളാണ് അവരോട് പറയുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളെ തിരിച്ചറിയുകയും സൂക്ഷ്മമായത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ നമ്മളുടെ ജീവിതം അനുഗ്രഹീതമാകും. നമ്മളായിരിക്കുന്ന ഇടം അനുഗ്രഹീതമാകും. നമ്മളെ ഓർത്ത് നമ്മൾ സന്തോഷിക്കും, നമ്മളെ ഓർത്ത് ദൈവം സന്തോഷിക്കും, നമ്മളെ ഓർത്ത് മറ്റുള്ളവർ സന്തോഷിക്കും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.